വിക്ടേഴ്സിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഇസ് ദ മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. വിനോദം മാത്രമല്ല, വിജ്ഞാനവും വിദ്യാഭ്യാസവും ആവോളം നമുക്ക് പകർന്നു തരുന്ന ബഹുജന സംവേദന മാധ്യമമാണ് റേഡിയോ. ഏതൊരു സാധാരണക്കാരൻ്റെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മാധ്യമം കൂടിയാണ് ഇത്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് റേഡിയോയുടെ മാറുന്ന മുഖങ്ങളെക്കുറിച്ചാണ്. ഞാൻ ആദ്യമായിട്ട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഹാം റേഡിയോ? ഹാം റേഡിയോ, HAM, ഹാം, ഈ മൂന്ന് അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് റേഡിയോയുടെ ഉപജ്ഞാതാക്കളായ ഹെൻറിക് എഡ്സ്, എഡിൻ ആംസ്ട്രോങ്, മാർക്കോണി എന്നിവരുടെ പേരിലുള്ള ആദ്യ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഈ ഹാം എന്ന പേര് വന്നിട്ടുള്ളത്. ഹാം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ ഹാം നിലവിലുണ്ടായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഇതൊരു പ്രസ്ഥാനമായിട്ട് വളർന്നത്. കേവലം വിനോദത്തിന് വേണ്ടി മാത്രമല്ല, ദുരന്ത നിവാരണം, പൊതുജന സേവനം എന്നീ മേഖലകളിലും ഹാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഹാമുകൾ മോഴ്സ് കോഡിലായിരുന്നു പ്രക്ഷേപണം നടത്തിയിരുന്നത്. പിന്നീട് ശബ്ദ പ്രക്ഷേപണവും വന്നു. ഹാമുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പദമാണ് കോൾ സൈൻസ് എന്ന്. എന്താണ് ഈ കോൾ സൈൻസ്? കോൾ സൈനിനെ പറ്റി പറയുന്നതിന് മുൻപ് എങ്ങനെ ഒരു ഹാം ആവാൻ നോക്കാം. ഒരു ഹാം ആവുന്നതിനായിട്ട് ചില പരീക്ഷകൾ, ഓരോ രാജ്യത്തും നടത്തുന്ന ചില പരീക്ഷകൾ പാസ്സാവണം. ഈ പരീക്ഷകൾ ജയിക്കുന്ന റാങ്ക് അനുസരിച്ച്, അതിൽ പരീക്ഷകൾ പാസ്സാവുന്നതനുസരിച്ചാണ് ഒരു ഹാമിന് ലൈസൻസ് കിട്ടുന്നത്. തുടർന്നുള്ള പരീക്ഷകൾ ഹാം പാസ്സാകുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഫ്രീക്വൻസികൾ ലഭിക്കുകയും കൂടുതൽ പവറുള്ള പ്രസരണികൾ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ നേരത്തെ ചോദിച്ച കോൾ സൈനിലേക്ക് വരാം. ഒരു കോൾ സൈൻ എന്ന് പറയുന്നത് ഒരു ഹാമിൻ്റെ വ്യക്തി സംജ്ഞയാണ്. ഒരു ഹാം മറ്റൊരു ഹാമുമായിട്ട് communicate ചെയ്യുന്നു. Victor India, but we now turn to beam to the east. We are now beaming to the over the short path with another antenna system, but I can't get it quite accurate in your direction. I'm beaming about 100 degrees, which is about 20 degrees off from Tasmania. But you are a better copy here than with the previous QSO with Rob. Thank you for replying. I won't hold you many stations calling. Thank you for the contact norm. Victor Kilo 7 Alpha Charlie. Papa Alpha number 8 Alpha. എങ്ങനെ ഹാമിനെ തിരിച്ചറിയാം? ഈ കോൾ സൈനിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത് ഹാമിൻ്റെ രാജ്യം, രണ്ടാമത്തത് ഏത് പ്രവിശ്യയിൽ നിന്നാണ്, മൂന്നാമത്തത് ഹാമിനെ പറ്റിയുള്ള വ്യക്തിപരമായ വിവരങ്ങൾ. ഇങ്ങനെയുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു സൈനാണ് കോൾ സൈൻ എന്ന് പറയുന്നത്. ഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനം അംഗീകരിച്ച വിനോദമാണ് ഹാം. ഹാമുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പദമാണ് ഫോക്സ് ഹണ്ടിങ് എന്നുള്ളത്. എന്താണ് ഈ ഫോക്സ് ഹണ്ടിങ്? ഫോക്സ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറുക്കൻ വേട്ട എന്ന് പറയും. ഫോക്സ് ഹണ്ടിങ് ഹാമുകൾക്കിടയിലുള്ള ഒരു വിനോദമാണ്. ഹാമുകളുടെ പ്രൊഫഷണൽ എബിലിറ്റി, സാങ്കേതിക പരിജ്ഞാനം, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിനോദമാണ്. ഒരു ഹാം ഗ്രൂപ്പ് ഒരു ഫോക്സ് ഹണ്ടിങ് നടത്തുന്നു എന്ന് വെക്കുക. അതിലൊരാൾ ഒരു രഹസ്യ സ്ഥലത്ത് ഒരു ചെറിയ ട്രാൻസ്മിറ്റർ വെച്ച് സിഗ്നലുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ള ഹാമുകൾ അവരുടെ കയ്യിലുള്ള റേഡിയോ ഡയറക്ഷൻ ഫൈൻഡിങ് എക്യുപ്മെൻ്റ് ഉണ്ട്, RDF എക്യുപ്മെൻറ്റ്. ഈ RDF എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ഈ പ്രസരണി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ഫോക്സ് ഹണ്ടിങ് വിനോദത്തിൻ്റെ അടിസ്ഥാന തത്വം. എല്ലാ മാസ് കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളും നിസ്സഹായരാകുമ്പോൾ പലപ്പോഴും സഹായത്തിനെത്തുന്നത് ഹാമാണ്. ഹാം പോലെ തന്നെ ആൾക്കാരെ സഹായിക്കാൻ എത്തുന്ന ഒന്നാണല്ലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ ഇപ്പോൾ എന്താണെന്ന് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ സാമ്പ്രദായിക റേഡിയോകൾ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ നടത്തിയിരുന്നു. കാരണം ഈ ഒരു പദം നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആകാശവാണിയുടെ നിലയങ്ങൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഉദാഹരണമായിട്ട് സുനാമി ഓർക്കുന്നുണ്ടല്ലോ, 2004 അവസാനമുണ്ടായ സുനാമിയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവിടെ എല്ലാവിധ വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായി. ആ സമയത്ത്
ആകാശവാണിയുടെ പ്രസന്റിൽ നിന്നും ആയിരക്കണക്കിന് ഏകദേശം 15,000-ഓളം SOS മെസ്സേജുകൾ, SOS മെസ്സേജ് എന്ന് പറഞ്ഞാൽ രക്ഷാ സന്ദേശങ്ങൾ, ഓരോ ആളുകളുടെ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളൊക്കെ അറിയിക്കുന്ന രക്ഷാ സന്ദേശങ്ങളാണ് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാമുകളുടെ ഒരു പരിപാടി പോർട്ട് ബ്ലെയറിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ സുനാമി ഉണ്ടാകുന്നത്. ഹാമുകൾ അവരുടെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി മാറ്റി വെച്ച് അവരും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏർപ്പെട്ടു, വളരെ കാര്യമായ പങ്കുവച്ചു. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ എന്ന് പറയുന്ന ഒരു നൂതനമായ ആശയം ഇന്ത്യയിലേക്ക് വരുന്നത് 2007 ഫെബ്രുവരി 23 നമുക്കറിയാം, ഇന്ത്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലമാണ് നാഗപട്ടണം, തമിഴ്നാട്ടിലെ നാഗപട്ടണം. ഏതാണ്ട് 7,500-ഓളം മനുഷ്യജീവൻ 7,500-ഓളം മനുഷ്യജീവനാണ് നാഗപട്ടണത്ത് നഷ്ടപ്പെട്ടത്. ഈ സ്ഥലത്ത് ആദ്യമായി ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ 2007 ഫെബ്രുവരി 23 സ്ഥാപിക്കപ്പെട്ടു. നാഗപട്ടണത്തിലെ വിഴുന്തമാവടി വില്ലേജിൽ കലഞ്ചിയം എന്ന പേരിലാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോയ്ക്ക് ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഓർക്കാം, റേഡിയോ എല്ലാ സമയത്തും പ്രവർത്തിപ്പിക്കണമെന്നില്ല. റേഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ പോലും ഉപഗ്രഹത്തിൽ നിന്നോ ട്രാൻസ്മിറ്ററിൽ നിന്നോ അയക്കുന്ന ഒരു സിഗ്നൽ ഉപയോഗിച്ചിട്ട് അലർട്ട് സിഗ്നൽ ഉപയോഗിച്ച് ഓഫ് ചെയ്ത റേഡിയോയെ ഓൺ ചെയ്യിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിയുടെ അനുബന്ധ സ്ഥാപനമായി നടത്തുന്ന സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം മുസോറിയിലാണ്. ആ സ്ഥാപനമാണ് ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഹാം റേഡിയോ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിന് പരിശീലനം നൽകുന്നത്. ഇതുപോലെ പിന്നെ ആകാശവാണിയുടെ ചരിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മറ്റു സന്ദർഭങ്ങളിലും പോർട്ട് ബ്ലെയറിൽ സംഭവിച്ച പോലെ മറ്റു സന്ദർഭങ്ങളിലും സംഭാവനകൾ ഈ ദിശയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ദിശയിൽ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. 2008 സെപ്റ്റംബറിൽ ബീഹാറിലെ കോസി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആകാശവാണിയിലെ പൂർണിയ, പാറ്റ്ന, ഡാർബംഗ തുടങ്ങിയ നിലയങ്ങൾ സംയുക്തമായി നടത്തിയ പ്രക്ഷേപണങ്ങൾ ഒരുപാട് ആളുകളെ, നഷ്ടപ്പെട്ടുപോയ ആളുകളെ കണ്ടെത്താനും ഒരുപാട് മനുഷ്യജീവൻ രക്ഷിക്കാനും സഹായകമായിട്ടുണ്ട്. അപ്പോൾ സാമ്പ്രദായിക റേഡിയോ നിലയങ്ങൾക്കും പുതുതായിട്ട് വന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റേഡിയോയ്ക്കും ഹാമുകൾക്കും ഒരുപോലെ ദുരന്ത നിവാരണത്തിൽ പങ്കുകൊള്ളാൻ കഴിയും എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പൈറേറ്റ് റേഡിയോ എന്ന് പറഞ്ഞൊരു റേഡിയോ കൂടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണത്? പൈറേറ്റ് റേഡിയോ ഒരു പുതിയ പ്രതിഭാസമല്ല. നമുക്കറിയാം, പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാരാണ്. കടൽ കൊള്ളക്കാർ കപ്പലിൽ വെച്ചിട്ട് അവർ വിനോദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അൺഓതറൈസ്ഡ് റേഡിയോ നിലയങ്ങളെയാണ് പൈറേറ്റ് റേഡിയോ എന്ന് പറയുന്നത്. With a parade past the military camp outside Saigon. This is Jerry Smith. Get the facts first, always on Radio England News. എന്താണ് പൈറേറ്റ് റേഡിയോ? എന്താണ് പൈറസി? ഒരു രാജ്യത്ത് ചില വയർലെസ് നിയമങ്ങളുണ്ടായിരിക്കും. ആ വയർലെസ് നിയമങ്ങൾ ലംഘിച്ച് നമ്മൾ പ്രക്ഷേപണം നടത്തുകയാണെങ്കിൽ അത് പൈറേറ്റ് റേഡിയോ. അതുപോലെ ഒരു രാജ്യത്തിന് എതിരായിട്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന റേഡിയോ, നമ്മൾ ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ റേഡിയോ ആയിരുന്ന വോയിസ് ഓഫ് ടൈഗേഴ്സ്, അത് പൈറേറ്റ് റേഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും പൈറേറ്റ് റേഡിയോ ഉണ്ടാവാം. അല്ലാതെ കേവലം കൗതുകത്തിന് വേണ്ടിയിട്ട് യാതൊരു വയർലെസ് നിയമങ്ങളെയും അനുസരിക്കാതെ റേഡിയോ പ്രക്ഷേപണം നടത്തുകയാണെങ്കിൽ അതിനെയും പൈറേറ്റ് റേഡിയോ എന്ന് വിളിക്കാം. 19-ാം നൂറ്റാണ്ടിലാണ് ഈ അമേരിക്കയിലാണ് ഇതൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നത്. പക്ഷേ അമേരിക്കയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൈറേറ്റ് റേഡിയോകളെയൊക്കെ അവർ നിയമവിധേയമാക്കി. എനിക്ക് തോന്നുന്നു പൈറേറ്റ് റേഡിയോ എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് പേരെടുത്ത് പറയപ്പെട്ടത് ഡെൻമാർക്കിൽ 1958 ഒരു കപ്പലിൽ വെച്ച് പ്രക്ഷേപണം തുടങ്ങിയ റേഡിയോ മെർക്യൂർ എന്നാണ്. പക്ഷേ റേഡിയോ മെർക്യൂറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് ഒരു വാണിജ്യ നിലയമായിരുന്നതാണ്. അപ്പോൾ ചരിത്രത്തിൽ പേരെടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള പൈറേറ്റ് റേഡിയോ ഒരു വാണിജ്യ നിലയമായിരുന്നു. പിന്നെ ഹിപ്പികളുടെ
നിലയമുണ്ടായിരുന്നു അമേരിക്കയിൽ, ഫ്രീ റേഡിയോ ഉണ്ടായിരുന്നു. ഇതും പൈറേറ്റ് റേഡിയോ ആണ്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും പൈറേറ്റ് റേഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് തന്നെ അമേച്ചർ റേഡിയോ എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രിട്ടനിലെല്ലാം കമ്മ്യൂണിറ്റി റേഡിയോയും പൈറേറ്റ് റേഡിയോ എന്ന് പറയാറില്ലേ? അതെ, ബ്രിട്ടനിലാണ്. ബ്രിട്ടനിൽ കമ്മ്യൂണിറ്റി റേഡിയോയെ വിശേഷിപ്പിച്ചത് പൈറേറ്റ് റേഡിയോ എന്ന പേരിലാണ്. പക്ഷേ അതൊക്കെ പൈറേറ്റ് റേഡിയോ അല്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? നമ്മളിപ്പം ഫുള്ള് മുഴുവൻ ഡിജിറ്റൽ ടെക്നോളജിയിലാണ്. ടെലിവിഷൻ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇന്ത്യയിൽ റേഡിയോ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയത്? ഡിജിറ്റൽ ടെക്നോളജി 90കളിലാണ് പ്രക്ഷേപണത്തിൽ ഡിജിറ്റൽ ടെക്നോളജി വരുന്നത്. ആകാശവാണി ഡൽഹിയിൽ ഒരു FM നിലയം ഡിജിറ്റൽ പ്രക്ഷേപണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വരുന്നത് മീഡിയം വേവിലും ഷോർട്ട് വേവിലും DRM ടെക്നോളജി ഉപയോഗിച്ച് ഡിജിറ്റൽ പ്രക്ഷേപണം സാധ്യമാക്കുന്നതാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശമാക്കുന്നത് ഡിജിറ്റൽ റേഡിയോ മൊണ്ടിയാൽ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, മീഡിയം വേവിലും ഷോർട്ട് വേവിലും പ്രക്ഷേപണത്തിലുള്ള പ്രധാന പ്രശ്നം അതിൻ്റെ പ്രക്ഷേപണത്തിൽ പ്രസന്നയുള്ള ദൂരം കൂടുന്നതനുസരിച്ച് ശബ്ദത്തിൻ്റെ ഗുണം നഷ്ടപ്പെടും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് ഉണ്ടാവും, പിന്നെ പ്രസാരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഊർജം ചെലവാക്കേണ്ടി വരും. പിന്നെ ഫേഡിങ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവ്യക്തമായി ഒരു റേഡിയോ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവ്യക്തമായി പോകുന്നൊരവസ്ഥയാണ് ഫേഡിങ് എന്ന പ്രക്രിയ ഉണ്ടാവും. പിന്നെ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ, നമുക്ക് ആവശ്യമില്ലാത്ത ദിശയിലേക്ക് റേഡിയോ വേവ്സ് കടന്നു പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കൺവെൻഷനിലുള്ള മീഡിയം വേവ് ഷോർട്ട് വേവ് സംവിധാനത്തിലുണ്ട്. ഇത് ഒഴിവാക്കിയിട്ട് ശ്രോതാക്കൾക്ക് ഒരു സ്റ്റീരിയോ ക്വാളിറ്റി അല്ലെങ്കിൽ CD ക്വാളിറ്റി ശബ്ദം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് DRMലുള്ളത്. അതുകൂടാതെ ടെക്സ്റ്റ് ഡാറ്റയും ചിത്രങ്ങളും കുറിപ്പുകൾ പോലും ഇതിൻ്റെ കൂടെ പ്രക്ഷേപണം ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, നമുക്ക് റേഡിയോ സെറ്റിലെ സ്റ്റേഷൻ്റെ പേര് നമുക്ക് ട്യൂൺ ചെയ്ത് വെച്ച് പേര് സെലക്ട് ചെയ്താൽ, നമ്മൾ മൊബൈൽ റേഡിയോയിലൊക്കെ ചെയ്യുന്ന മാതിരി പേര് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷൻ ട്യൂൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏതൊരു സാങ്കേതികമായ പരിവർത്തനം വരുമ്പോഴും നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിലവിലുള്ള ഉപയോക്താക്കളെ കണ്ടുകൊണ്ട് മാത്രമേ നമുക്കൊരു പരിവർത്തനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ DRMലുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള അനലോഗ് പ്രക്ഷേപണം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിജിറ്റൽ പ്രക്ഷേപണം സാധ്യമാകും. അപ്പോൾ ഡിജിറ്റൽ റിസീവർ തൽക്കാലം വാങ്ങാൻ പറ്റാത്ത ആളുകൾക്കും ഈ പ്രക്ഷേപണം കേൾക്കുമാറാകും എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന DRMൻ്റെ സവിശേഷത. പിന്നെ മറ്റൊന്ന്, നമുക്ക് DRMൽ പഴയ ട്രാൻസ്മിഷൻ ലൈൻസും ആൻറ്റിനയും നമുക്ക് പഴയത് തന്നെ ഉപയോഗിക്കാം. പിന്നെ മൾട്ടി കാസ്റ്റിംഗ് അഥവാ സൈമൾ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. അതായത് ഒരേ സമയം 4 ചാനലുകൾ വരെ നമുക്ക് DRMൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ഒരു റേഡിയോയുടെ ഒരു ബാൻഡ് വിഡ്ത്ത്, മീഡിയം വേവിലെ ബാൻഡ് വിഡ്ത്ത് 9 kHz ആണ്. അത് 9 kHz മുതൽ അല്ലെങ്കിൽ 10 kHz വരെയുള്ള ഒരു ചാനലിൽ നമുക്ക് 4 വ്യത്യസ്ത ചാനലുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് DRMൻ്റെ മറ്റൊരു സവിശേഷത. പിന്നെ ദീപക് നേരത്തെ ചോദിച്ച പോലെ ഡിജിറ്റൽ റേഡിയോ മൊണ്ടിയാൽ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് സംഘടനയാണ്. ഇവരാണ് DRM ടെക്നോളജിയുടെ സ്റ്റാൻഡേർഡ്സ് നിർണ്ണയിക്കുന്നത്. ഇപ്പം ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്, ഇൻ്റർനെറ്റ് യുഗവുമാണ്. ഇൻ്റർനെറ്റിലും റേഡിയോ ഉണ്ട്. ഇൻ്റർനെറ്റ് റേഡിയോ എന്താണെന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദമായി കൊടുക്കാമോ? ഇൻ്റർനെറ്റ് റേഡിയോയുടെ മറ്റൊരു പേരല്ലേ വെബ് റേഡിയോ എന്നുള്ളത്? അതെ. ഇൻ്റർനെറ്റ് റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാവുന്ന റേഡിയോ ആണ്. ഇന്നുള്ള റേഡിയോ നിലയങ്ങൾക്ക്, ആകാശവാണിക്കും സ്വകാര്യ നിലയങ്ങൾക്കൊക്കെ ഇൻ്റർനെറ്റ് വേർഷൻസ് ഉണ്ട്. ഇത് ഒരു ലൈവ് സ്ട്രീമിംഗ് ആണ്. നമ്മൾ റേഡിയോ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ ഇൻ്റർനെറ്റ് വഴി ആ റേഡിയോയുടെ സൈറ്റിൽ കൂടി നമുക്ക് ആ പരിപാടികൾ കേൾക്കാൻ സാധിക്കും. ഈ ഇൻ്റർനെറ്റ് റേഡിയോ ആദ്യമായി പരീക്ഷിച്ചത് കാൾ മാലമുഡ് എന്ന ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനാണ്. അദ്ദേഹം കുറേ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടാണ് 1993 ഇത് ഇൻ്റർനെറ്റ് റേഡിയോ ഉപയോഗിച്ചത്. ലോകത്ത് ഇന്നിപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ടെക്നോളജിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇന്ന് അതേപോലെ തന്നെ വളരെ യുവജനങ്ങൾക്കിടയിൽ വളരെ ഹരമായിട്ടുള്ള ഒന്നാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ പോഡ്കാസ്റ്റിംഗ്?
പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഓൺ ഡിമാൻഡ് കാസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ ഹ്രസ്വരൂപമാണ്. ഇത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിലോ മ്യൂസിക് പ്ലെയറിലോ പ്രവർത്തിപ്പിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് അയക്കുന്ന ഒരു സിഗ്നൽ, ഒരു മീഡിയ ഫയൽ, ഇതിനാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സർവർ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സ്വമേധയാ ഫയലുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്നു. ഇത് ലൈവ് സ്ട്രീമിംഗ് അല്ല, നമുക്ക് ഏത് സമയത്തും ഇത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ പറ്റും. ഇതിനാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഈ സാറ്റലൈറ്റ് റേഡിയോ ഇന്ന് വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. സാറ്റലൈറ്റ് റേഡിയോയും സാറ്റലൈറ്റ് ടി വിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? സാറ്റലൈറ്റ് റേഡിയോയും സാറ്റലൈറ്റ് ടി വിയും ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ടുള്ള സിഗ്നലുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമാണ്. സ്കൈ റേഡിയോ എന്നെല്ലാം പറയുന്നത് സ്കൈ റേഡിയോ എന്നുള്ള ആശയം തന്നെയാണ് സാറ്റലൈറ്റ് റേഡിയോ ആയിട്ട് വരുന്നത്. മോഡേൺ ട്രെൻഡ്സ് റേഡിയോയിൽ കേൾക്കുന്ന ഒരു പദമാണ് മൊബൈൽ ഇന്ററാക്റ്റീവ് റേഡിയോ എന്ന് പറയുന്നത്. എന്താണിത്? മൊബൈൽ ഇന്ററാക്റ്റീവ് റേഡിയോ, അതായത് മിർ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് മൊബൈലിൽ റേഡിയോ കിട്ടും. മൊബൈലിൽ നമുക്ക് റേഡിയോ സ്റ്റേഷൻ, FM സ്റ്റേഷൻസ് ട്യൂൺ ചെയ്ത് കേൾക്കാൻ പറ്റും. പക്ഷേ വാസ്തവത്തിൽ അതല്ല മൊബൈൽ ഇന്ററാക്റ്റീവ് റേഡിയോ. മൊബൈൽ സേവനദാതാക്കളുമായിട്ട് സഹകരിച്ചുകൊണ്ട് റേഡിയോ നിലയങ്ങൾ ചില ശ്രോതാക്കൾക്ക് ലഭ്യമാവുകയും ശ്രോതാവിന് പ്രക്ഷേപകനുമായിട്ട് നേരിട്ട് ഒരു പരിപാടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻറ്ററാക്റ്റീവ്, നമുക്ക് നേരിട്ട് ആ പരിപാടിയിൽ ഇടപെട്ട് സംസാരിക്കാൻ പറ്റുകയും അങ്ങനെ ചെയ്യുന്ന ഇത് പ്രാവർത്തികമായി വന്നിട്ടില്ല, ഒരു നൂതനമായ ആശയമാണ്. നമ്മുടെ പ്രക്ഷേപണത്തിലെ നൂതനമായ ആശയമാണ്. നമ്മൾ ഫോൺ ഇൻ പ്രോഗ്രാമിൽ നമ്മൾ ഫോൺ വിളിച്ച് കേൾക്കുന്നതിന് പകരം ഈ റേഡിയോയിൽ കേൾക്കുകയും അതേ സമയത്ത് ഓരോ റേഡിയോ സ്റ്റേഷനെയും സൂചിപ്പിക്കാനുള്ള ചില നമ്പറുകളോ ബട്ടണുകളോ ഉണ്ടായിരിക്കും. ആ റേഡിയോ സ്റ്റേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ റേഡിയോ സ്റ്റേഷനുമായിട്ട് സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും പരിപാടിയിൽ അഭിപ്രായം പറയാനും പറ്റും. അതുപോലെ മറ്റൊരു രൂപം നമ്മൾ TV കേബിൾ ചാനലിൽ കാണുന്നത് പോലെ ഒരു ജൂക്ക് ബോക്സ് സംവിധാനം പോലെ നമ്മൾ ഒരു റേഡിയോ പ്രക്ഷേപകൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ ഗാനങ്ങളോ പരിപാടികളോ അയാൾ ഒരു സെർവറിൽ ഇടുകയും ആ സെർവറിലുള്ള പരിപാടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തിരഞ്ഞെടുത്ത് കേൾക്കാനും പറ്റുന്ന ഒരു സംവിധാനം എന്ന രീതിയിലും മൊബൈൽ ഇൻ്ററാക്റ്റീവ് റേഡിയോ വരുന്നുണ്ട്. ഇനി നാളത്തെ റേഡിയോ എങ്ങനെയായിരിക്കും? ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തെ കീഴടക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. ആദ്യമുണ്ടായത് പത്രങ്ങളാണ്. പത്രങ്ങൾക്ക് ശേഷം റേഡിയോ വന്നു. BBC കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പത്രത്തിൽ വരുന്ന വാർത്തകൾ മാത്രമേ BBC കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം BBC നേരത്തെ വാർത്ത കൊടുത്താൽ പത്രങ്ങളുടെ പ്രചാരം കുറയുമെന്ന് ഇംഗ്ലണ്ടിലെ പത്രലോബി ഭയപ്പെട്ടു. പിന്നെ റേഡിയോയ്ക്ക് ശേഷം TV വന്നപ്പം റേഡിയോയുടെ പ്രചാരം കുറഞ്ഞു. വീണ്ടും FM-ലൂടെ റേഡിയോ തിരിച്ചു വന്നു. പിന്നെ ഇൻ്റർനെറ്റ് വന്നു. അങ്ങനെ മീഡിയ കമ്മ്യൂണിക്കേഷനിലെ പുതിയ പുതിയ യുഗങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പത്രപ്രവർത്തകൻ നമുക്കറിയാം മഹാഭാരതത്തിലെ സഞ്ജയനാണ്. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം അന്ധനായ രാജാവിനെ വിവരിച്ചു കൊടുത്ത സഞ്ജയനാണ് ആദ്യത്തെ പത്രപ്രവർത്തകൻ. പിന്നീട് നമുക്കറിയാം ആദ്യത്തെ സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ സ്കൂപ്പ് നടത്തിയിട്ടുള്ളത് നാരദ മഹർഷിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആധുനിക യുഗത്തിലെ പത്രപ്രവർത്തന രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് റേഡിയോ വേറെ, TV വേറെ, പത്രം വേറെ എന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഹാരി പോട്ടർ എന്ന വിഖ്യാതമായ നോവൽ പരമ്പര എഴുതിയ J.K. റൗളിങ്ങിൻ്റെ പുസ്തകത്തിൽ ഹാരി പോട്ടർ പരമ്പരയിൽ പറയുന്ന ഒരു പത്രമുണ്ട്, ഡെയിലി പ്രോഫിറ്റ്. ഈ ഡെയിലി പ്രോഫിറ്റ് എന്ന പത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആ പത്രത്തിൽ നമ്മളൊരു വാർത്ത വായിക്കുമ്പോൾ ആ വാർത്തയുടെ ദൃശ്യങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെ ആ നിശ്ചല ചിത്രങ്ങൾ ചലനചിത്രങ്ങളായി മാറുകയും ആ സംഭവം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും.